നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ നിർണായക നീക്കം. സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആദ്യ പരാതിക്കാരി. രാഹുലിന്റെ ജാമ്യം നിയമവിരുദ്ധമാണെന്നും ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ യുവതി സുപ്രീം കോടതി ഹർജി നൽകിയിരിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി കേസിന്റെ മിനി ട്രയൽ നടത്തി. ഇത് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതവും നിയമവിരുദ്ധവുമാണ്. ഇത് റദ്ദാക്കണമെന്നതടക്കമുള്ള നിർണായക ആവശ്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ഇരയുൾപ്പെടെ 10ഓളം പേരെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി വീണ്ടും ആരോപിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രം നടത്തിയതെന്നും തന്റെ ജീവനടക്കം ഭീഷണിയുണ്ട് എന്നും പരാതിക്കാരി ഹർജിയിൽ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ്. മാങ്കൂട്ടത്തിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം അത് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം. അത് ഏത് രീതിയിലാണ് സുപ്രീം കോടതി അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കുക എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും എണ്ണി പറയുന്നുണ്ട് ഈ ജാമ്യം അനുവദിച്ചത് നിയമവിരുദ്ധമാണ്, ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. എന്തായാലും നിയമവിരുദ്ധമായ മിനി ട്രയൽ, സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുള്ള രാഹുലിന് ജാമ്യം നൽകിയത് തൻ്റെ ജീവന് വരെ ഭീഷണിയാണ് എന്നും അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം, ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ മരവിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നിലവിൽ യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ബലാത്സംഗ കേസിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച വാദം കേൾക്കും. കേസിൽ രേഖാമൂലം എതിർപ്പ് നൽകാനും വാദത്തിനുമായി മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കേസ് നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇതോടെ കേസ് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ തന്നെ അപ്പീൽ ഹർജി നൽകാൻ യുവതി നിയമ നടപടി തുടങ്ങിയിരുന്നു. അതിപ്പോൾ ആ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അഭിഭാഷകരുമായി ചർച്ചകൾക്ക് ശേഷം അപ്പീൽ നൽകും എന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നതാണ്. എന്തായാലും അത്തരത്തിലുള്ള നീക്കം യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. രാഹുലിനെതിരായ കേസിൽ ആദ്യമായാണ് യുവതി സുപ്രീം കോടതിയിൽ എത്തുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഗർഭചിത്രത്തിന് പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചതാണെന്നും വിലയിരുത്തിയായിരുന്നു ഹൈക്കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയത്. ഇക്കാര്യങ്ങളിൽ വിചാരണ കോടതിയിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്ക് 3 കേസുകളിലും ജാമ്യം കിട്ടിയിരുന്നു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. 3 ദിവസം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ചോദ്യം ചെയ്യപ്പെടണം. ഈ കാലയളവിൽ കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉപാധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദം. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. പക്ഷേ യുവതിയുടെ മൊഴി പരിശോധിച്ചാൽ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം, പക്ഷെ വിട്ടയക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരുന്നു. ജാമ്യ വ്യവസ്ഥകളൊക്കെ ഏറ്റവും നിർണായകമായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഒരു 3 ദിവസം ചോദ്യം ചെയ്യുമ്പോൾ ആ ഒരു കാലയളവ് കസ്റ്റഡിയായി കണക്കാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശം നൽകിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ എം.എൽ.എയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടു പോകരുത്, മൊബൈൽ ഫോണും പാസ്പോർട്ടും കൈമാറണം, സാക്ഷികളെ ബന്ധപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്, ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടരുത്, അങ്ങനെ ഒരുപാട് ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. രാഹുലിന് 3 കേസുകളിലും ജാമ്യം കിട്ടിയതോടെ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട 3 കേസുകളിലും ജാമ്യം കിട്ടിയിരുന്നു. നേരത്തെ 2 കേസുകളിൽ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചതാണ്. ആദ്യ കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം വരാനുള്ളതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നീളുകയായിരുന്നു. യുവതിയെ ലൈംഗിക ചൂഷണത്തിനും ഗർഭചിത്രത്തിനും രാഹുൽ ഇരയാക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ജാമ്യം നൽകുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും മാത്രമല്ല സത്യവാങ്മൂലത്തിലും ഗുരുതര ആരോപണങ്ങളാണ് അതിജീവിതം ഉന്നയിച്ചിരുന്നത്. ഹൈക്കോടതിയെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ജാമ്യം നൽകിയാൽ ഇത്
പുറത്താകുമെന്ന ഭയമുണ്ടായിരുന്നു. ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണ്. സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയിരുന്നു. രാഹുൽ സാഡിസ്റ്റും ഗുരുതര മനോവൈകൃതമുള്ളയാളുമാണ്. MLA പ്രതിയായ 10ഓളം സമാന സംഭവങ്ങളുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ പെൺകുട്ടി സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും അത് പരാതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിന് വരും ദിവസങ്ങൾ വളരെ നിർണായകമാവുകയാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്താണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഏത് രീതിയിലായിരിക്കും ഈ കേസിനെ സമീപിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാഹുൽ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിരുന്നു. കേസിൽ അന്വേഷണവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷന് കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തോട് MLA സഹകരിക്കുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ അന്ന് കോടതിയെ അറിയിച്ചത്. രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പരാതിക്കാരിക്ക് നേരെ രാഹുൽ അനുയായികൾ സൈബർ ആക്രമണം തുടരുകയാണ്. FIR ചോർത്തി പരാതിക്കാരിയുടെ സ്വകാര്യത ഹനിക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നു എന്നതടക്കമുള്ള വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഈ വാദങ്ങളൊക്കെ തള്ളിയായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതിയിലേക്ക് ഈ വാദങ്ങൾ എത്തുമ്പോൾ എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി കൊടുത്ത അതിജീവിത ജാമ്യത്തിലുള്ള രാഹുൽ മങ്കൂട്ടത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തെ സമീപിച്ചിരുന്നു. ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരാതിക്കാരി അന്വേഷണ സംഘത്തെ അതിജീവിത ഈ കാര്യം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. കേസ് കഴിഞ്ഞ ദിവസം വീണ്ടും പരിഗണിച്ചപ്പോൾ മറുപടി നൽകാൻ ഇനിയും സമയം വേണമെന്ന ആവശ്യമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. മാർച്ച് 10 ഹർജി വീണ്ടും പരിഗണിക്കും. അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അതിജീവിതയെ വാട്സാപ്പ് കോളിൽ വിളിക്കാൻ ശ്രമിച്ചത്. രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഹർജി. ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമെന്നാണ് പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്നത്. ബംഗളൂർ സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാം പീഡന കേസിൽ രാഹുൽ മങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയാണ് പരിഗണിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി പരിഗണിച്ചത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു, വാട്സാപ്പ് കോൾ ചെയ്തു എന്നതടക്കമുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ രാഹുൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായുള്ള യുവതിയുടെ ആരോപണങ്ങൾ അതെങ്ങനെ രാഹുലിനെ ബാധിക്കുമെന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.